നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തകർച്ചകളിലൊന്നാണ് ഇന്ന് രാവിലെ നാം കണ്ടത്. നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വിപണിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില $100 കടന്നതും ഇന്ത്യൻ രൂപയുടെ റെക്കോർഡ് തകർച്ചയും എയർടെലിന്റെ പുതിയ വമ്പൻ നിക്ഷേപവും മീഷോ നേരിടുന്ന നികുതി പ്രശ്നങ്ങളും ഉൾപ്പെടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഇറാഖ്, ഓപ്ഷൻ ഡി അമേരിക്ക. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ഇന്ന് വിപണിയിലുണ്ടായ കൂറ്റൻ രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കാം. സെൻസെക്സ് 2000 പോയിന്റിലധികം താഴെ രാവിലെ പോയിരുന്നു. നിഫ്റ്റി 50 ആകട്ടെ വലിയ സപ്പോർട്ട് ലെവലുകളെല്ലാം ഭേദിച്ച് 23,700 വരെ പോയിരുന്നു. പിന്നീട് ചെറിയ രീതിയിലൊരു റിക്കവറി കണ്ടെങ്കിലും ഏകദേശം 1.7% താഴെയാണ് വിപണി ക്ലോസ് ചെയ്തത്. ഈ ഭയാനകമായ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതാണ്. ഈ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും പരിഭ്രാന്തിയോടെ പണം പിൻവലിക്കുകയാണ്. ഇത്തരം വലിയ തകർച്ചകളിൽ എമർജൻസി ഫണ്ടുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിപണി തകർച്ചയുടെ യഥാർത്ഥ വില്ലൻ ക്രൂഡ് ഓയിലാണ്. ഇറാന്റെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 എന്ന വലിയ കടമ്പ കടന്നിരിക്കുകയാണ്. എണ്ണവില ഈ രീതിയിൽ കുതിച്ചുയരുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ തകർക്കുമെന്ന ഭയത്താൽ G7 രാജ്യങ്ങൾ ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു തിരിച്ചടിയാണ്. എണ്ണവില കൂടുന്നത് നമ്മുടെ പണപ്പെരുപ്പം കുത്തനെ ഉയർത്തും. ക്രൂഡ് ഓയിൽ വില കൂടിയത് നമ്മുടെ ഷെയർ മാർക്കറ്റിലെ ചില പ്രത്യേക സെക്ടറുകളെ ഇന്ന് വലിയ രീതിയിൽ തകർത്തു. പെയിന്റ് കമ്പനികളായ ഏഷ്യൻ പെയിന്റ്സ്, ഇൻഡിഗോ പെയിന്റ്സ് എന്നിവയും IOCL, HPCL തുടങ്ങിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെയും ഓഹരികൾ ഇന്ന് വലിയ രീതിയിൽ ഇടിഞ്ഞു. പെയിന്റ് നിർമ്മാണത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തു ക്രൂഡ് ഓയിൽ ആയതിനാൽ വില കൂടുന്നത് ഇവരുടെ ലാഭത്തെ സാരമായി ബാധിക്കും. ഇതുകൂടാതെ യുദ്ധം കാരണം ആഗോളതലത്തിൽ വലിയൊരു ഫെർട്ടിലൈസർ ഷോക്ക് അഥവാ വളപ്രതിസന്ധിയും രൂപപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് അടച്ചതോടെ നാച്ചുറൽ ഗ്യാസിന്റെ ക്ഷാമവും വളം നിർമ്മാണത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ സപ്ലൈ തടസ്സപ്പെടുന്നതും കൃഷിയെയും അതുവഴി ഭക്ഷ്യവിലക്കയറ്റത്തെയും വരും മാസങ്ങളിൽ വലിയ രീതിയിൽ ബാധിക്കും. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു കാര്യം കറൻസി മാർക്കറ്റിൽ നമുക്ക് കാണാം. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 92.34 എന്ന പുതിയ റെക്കോർഡ് തകർച്ചയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇറക്കുമതി ചിലവുകൾ കൂടുന്നതും ഡോളർ പുറത്തേക്ക് പോകുന്നതുമാണ് രൂപയെ തളർത്തുന്നത്. ഇതിന്റെ എല്ലാം ഫലമായി റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഏഷ്യൻ സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. പണപ്പെരുപ്പം വീണ്ടും ഉയരുമെന്നതിനാൽ ഇനി അടുത്ത കാലത്തൊന്നും പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സെൻട്രൽ ബാങ്കുകൾ തയ്യാറല്ല എന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി കോർപ്പറേറ്റ് സെക്ടറിലേക്ക് വന്നാൽ ടെലികോം ഭീമനായ ഭാരതി എയർടെല്ലിൽ നിന്നും ഒരു വാർത്തയുണ്ട്. തങ്ങളുടെ ഡേറ്റാ സെന്റർ വിഭാഗമായ നെക്സ്ട്രയുടെ വികസനത്തിനായി $1 ബില്യൺ, അതായത് ഏകദേശം 8,300 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ എയർടെൽ തയ്യാറെടുക്കുകയാണ്. ആൽഫ വേവ് ഗ്ലോബൽ പോലുള്ള ആഗോള നിക്ഷേപകരാണ് ഇതിനായി അവർ ഒപ്പം കൂട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെയും കാലത്ത് ഡേറ്റാ സെന്ററുകൾക്കുള്ള ഡിമാൻഡ് കുതിച്ചുയരുകയാണ്. അതേസമയം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ മീഷോയ്ക്ക് ഗവൺമെന്റിൽ നിന്നും വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. വരുമാനം കുറച്ചു കാണിച്ചു എന്നാരോപിച്ച് ഇൻകം ടാക്സ് വകുപ്പ് മീഷോയ്ക്ക് 1,500 കോടി രൂപയുടെ നികുതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുൻനിര സ്റ്റാർട്ടപ്പുകൾ ഇത്തരം റെഗുലേറ്ററി പ്രശ്നങ്ങളിൽ പെടുന്നത് ആ മേഖലയിലെ നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. അവസാനമായി IPO മാർക്കറ്റിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നോക്കാം. സുനിൽ ഗോൾഡ് ഇന്ത്യ തങ്ങളുടെ IPOയ്ക്കായി സെബിയിൽ DRHP ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഈസ്റ്റ്മാൻ ഓട്ടോ ആൻഡ് പവർ ഉൾപ്പെടെ മറ്റ് 2 കമ്പനികൾക്ക് കൂടി IPO നടത്താൻ സെബിയുടെ അനുമതി ലഭിച്ചു. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ വലിയ വിപണി തകർച്ചയിൽ നിങ്ങൾ ഏതെങ്കിലും ഓഹരികൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.